ടി.പി. സെൻകുമാർ അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ടി.പി. സെൻകുമാർ, ഈ വിഷയം നമ്മളൊരു പ്രാദേശികമായി ഉണ്ടായൊരു വിഷയം എന്ന് കരുതി തള്ളിക്കളയാൻ കഴിയുന്നതല്ല. ഒന്ന്, ഈ വിഷയം അവിടെയുള്ള മറ്റ് വിനോദസഞ്ചാരികൾക്കിടയിൽ പോലും വലിയ ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ്. പക്ഷേ ഇത് ഇപ്പോൾ ഇസ്രായേൽ സ്വദേശികളോട് ഉണ്ടായത്, അത് കശ്മീരി വ്യാപാരികളുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് വ്യക്തമാകുമ്പോഴാണ് ഒരുപക്ഷെ രാജ്യാന്തര തലത്തിൽ പോലും നമ്മൾ ഉത്തരം പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഇത് ഏറെ ഗൗരവമുള്ള ഒരു സംഭവമായി താങ്കൾ കാണുന്നില്ലേ? തീർച്ചയായിട്ടും. ഇതിൽ ആദ്യം തന്നെ ഈ കാശ്മീരിൽ നിന്നവർ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇന്ത്യൻ പൗരന്മാരാണോ അതല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ളവരാണോ എന്നുകൂടി വെരിഫൈ ചെയ്യേണ്ടതാണ്. അതിപ്പോ കോളത്തും എല്ലാം ഒരു നിറഞ്ഞിരിപ്പുണ്ട്. അപ്പൊ ഇതൊരു മറ്റൊരു സ്ലീപ്പിംഗ് സെല്ലിന്റെ ഭാഗമാണോ എന്നുകൂടി ഇതിന്റെ ഭാഗമായിട്ട് തന്നെ അന്വേഷിക്കേണ്ടത് ആവശ്യമാണ്. കാരണം അല്ലെങ്കിൽ സാധാരണ നിലയിൽ കച്ചവടം നടത്താൻ വരുന്നിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ രീതിയിൽ അങ്ങനെ പെരുമാറേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് ഇതില് അവിടെ വന്നു ഇസ്രായേലുകാരെ അപമാനിക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളതിലുപരിയായിട്ട് ഇങ്ങനെയുള്ള ഈ കച്ചവടക്കാര് അവിടെ എവിടെയൊക്കെ ഇരിക്കുന്നവര്, കോവളത്തിരിക്കുന്നവര്, അതുപോലെ ഇതുപോലെ ഇപ്പൊ ഇന്നലെ സംഭവം നടന്ന സ്ഥലത്തുണ്ടായിരുന്നവര്, അതുപോലുള്ളവർക്കൊക്കെ ഇതിൽ കൂടുതലായിട്ടുള്ള ബന്ധങ്ങളുണ്ടോ, പരസ്പര ബന്ധങ്ങളുണ്ടോ എന്ന് കൂടി അന്വേഷിക്കേണ്ടത് ആവശ്യമാണ്. ഇതൊക്കെ ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ കൂടി പ്രാദേശിക തലത്തിൽ നടക്കുമ്പോൾ ശ്രീ ടി.പി. സെൻകുമാർ, ഇവിടെ ഇവർക്കൊക്കെ സഹായ സഹകരണങ്ങൾ നൽകുന്ന ആളുകൾ കൂടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും. അത് നമ്മൾ ഇതുവരെയുള്ള പല സംഭവങ്ങളിലും കണ്ടതാണല്ലോ. ഹമാസിന് വേണ്ടിയുള്ള പ്രക്ഷോഭവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടതാണ്. വഖഫ് ആക്ടിനെതിരെയുള്ള അതിന്റെ ഭേദഗതി ബില്ലിനെതിരെയുള്ള ഒരുമിക്കലും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ കേരളത്തിൽ പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം വളരുന്നുണ്ട്. കൊച്ചിയിൽ ഇതിനു മുമ്പ് ഇതുപോലെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെയുള്ളവരെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതും അത് ഒരു തരത്തിലും പ്രോത്സാഹിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങനെയുള്ളവരെ ശരിയായ രീതിയിൽ മോണിറ്റർ ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. ശ്രീ സെൻകുമാർ, കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇത്തരം ഈ വിഷയങ്ങൾ ഇപ്പോൾ നമ്മൾ പ്രാദേശികമായി കൂടി ഇവർക്ക് സഹകരണങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്ന് പറയുന്നതിനൊപ്പം തന്നെ ഭാരതം മറുപടി പറയേണ്ട സാഹചര്യം കൂടിയാണ്. പക്ഷേ ഇത് കേരളത്തിലാണ് എന്നുള്ളതാണ് നമുക്ക് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. നമ്മൾ കുറച്ചുകൂടി സുരക്ഷിതമെന്നോ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലെന്നോ, നമ്മൾ കൂടുതലായി സുരക്ഷാ വലയത്തിലാണ് നമ്മുടെ ഓരോ പ്രദേശങ്ങളും എന്നൊക്കെ കരുതുന്നിടത്താണ് താങ്കൾക്ക് ഇത്തരം വിഷയങ്ങൾ നേരത്തെ അറിവുള്ളതാണോ? ഇതിപ്പോൾ ആദ്യത്തെ സംഭവമല്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അത്തരം റിപ്പോർട്ടുകൾ താങ്കൾ ഇന്റലിജൻസ് എസ് പി ആയിരുന്ന കാലത്ത്, ഇന്റലിജൻസ് മേധാവിയായിരുന്ന കാലത്ത് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ടോ? അതല്ലേ, ഇത് കൊച്ചിയിലൊക്കെ ഇതുപോലുള്ള സംഭവങ്ങള് ഉണ്ടാകാറുണ്ട്. അവിടെ ഇസ്രായേലിൽ നിന്ന് വന്നവരെ അപമാനിച്ച സംഭവങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ട് അതിന്റെ ഓർമ്മയിൽ വരുന്നുണ്ട്. അപ്പൊ ഇത് കേരളം പ്രത്യേകിച്ച് ഇതിന് വളക്കൂറുള്ള ഒരു മണ്ണാണ്. അപ്പൊ കേരളത്തിന് നമ്മുടെ ദേശീയതയുമായിട്ട് വിഘടിച്ചു നിൽക്കുന്ന വലിയൊരു വിഭാഗം ആൾക്കാരുണ്ട്. അപ്പൊ ആ ആൾക്കാരുടെ പിന്തുണയാണ് ഇവർക്ക് ലഭിക്കുന്നത്. അപ്പൊ അവരുടെ പിന്തുണയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കുറെ പേര് വേറെയുണ്ട്. അതുകൊണ്ടാണ് കേരളത്തില് പലപ്പോഴും ദേശീയമായിട്ടുള്ള കാര്യങ്ങളുടെ നേരെ എതിരായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. അത് ഇതിലായാലും നമ്മൾ വഖഫിന്റെ ആക്ടിലായാലും CAയുടെ കാര്യത്തിലായാലും എല്ലാം കാണുന്നതാണ്. അസംബ്ലിയിൽ പോലും പ്രമേയങ്ങൾ പാസ്സാക്കുന്നത് നമ്മൾ കാണുന്നതാണ്. അത് വ്യക്തമാകുന്നുണ്ട്. ശ്രീ ടി.പി. സെൻകുമാർ, വളരെ നന്ദി പ്രതികരിച്ചതിന്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഈ വിഷയം ചെറിയ രീതിയിൽ ഉണ്ടാകുമ്പോൾ ഇന്ന് അതിന് കൂടുതൽ, അതായത് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ അടക്കം അന്വേഷണത്തിലേക്ക് പോകുമ്പോഴാണ് എന്താണ് ഇതിൻ്റെ കൂടുതൽ ആഴങ്ങൾ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ പശ്ചാത്തലവും, ഈ കശ്മീരി വ്യാപാരികളുടെ പശ്ചാത്തലവും ഒക്കെ അന്വേഷണ പരിധിയിൽ വരുന്നത്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ അവർ ഭാരത പൗരന്മാരാണോ എന്നുള്ളതിൽ പോലും ഒരുപക്ഷെ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഇത് ഇത്തരം
സംഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ടോ, അതിനൊക്കെ പ്രാദേശികമായ സഹായം ലഭിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഇതിൻ്റെ വേരുകൾ എത്ര ആഴത്തിൽ പോയിട്ടുണ്ട് എന്നുള്ളതും പരിശോധിക്കപ്പെടേണ്ട വിഷയമാണ്. ഏതായാലും അന്വേഷണം കാര്യക്ഷമമായി നടക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യാം.